നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞായറാഴ്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവം. ചാവക്കാട് നഗരസഭയിലും ഒരുമനിയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളിലും അധ്യക്ഷ പദവി സംബന്ധിച്ച് ഏകദേശ ധാരണ. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഡിസംബർ 30 ആഘോഷിക്കും. കലാ സാംസ്കാരിക പരിപാടികൾ ഡിസംബർ 21 മുതൽ ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ. കൈപ്പറമ്പിൽ ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. കേച്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്ന ചേറ്റുവ ബൈപ്പാസിലെ കാന വീണ്ടും പണിതു. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലാബാണ് വാഹനം ഓടി തുടങ്ങിയപ്പോഴേക്കും ഒരു ഭാഗം തകർന്നിരുന്നത്. വാഹനം വീണ് ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കഥകളിയിലെ നടനവിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80ന്റെ നിറവിൽ ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തിച്ചൂർ ഗ്രാമം. വിശദമായ വാർത്തയിലേക്ക്. കൈപ്പറമ്പിൽ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൈപ്പറമ്പ് നൈൽ ആശുപത്രിക്ക് സമീപത്ത് വെള്ളിയാഴ്ച രാവിലെ 6:45ഓടെയാണ് അപകടമുണ്ടായത്. കേച്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുതുതായി നിർമ്മിച്ച ഡിവൈഡറിലേക്കാണ് നിയന്ത്രണം നഷ്ടമായ കാർ ഇടിച്ചു കയറിയത്. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനായി ഉറപ്പിച്ചിരുന്ന തൂൺ ഒടിഞ്ഞു വീഴുകയും കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു. വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാലാണ് അപകടത്തിൽ നിന്നും ഡ്രൈവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും വേദപഠനം പ്രാപ്തമാക്കാൻ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് വേദപാഠശാല നിർമ്മിക്കുക എന്ന അന്യോന്യ പരിഷത്തിന്റെ സ്വപ്നത്തിന് നാട്ടുകാരുടെ പച്ചക്കൊടി. വേദ സംരക്ഷണത്തിന് കടവല്ലൂർക്കാർ കച്ച കെട്ടിയപ്പോൾ 4 ദിവസം കൊണ്ട് സമാഹരിച്ചത് 40 ലക്ഷം രൂപ. നമ്പൂതിരിമാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന വേദപഠനം ജാതിചിന്തകൾക്ക് അതീതമായി ആഗ്രഹിക്കുന്ന ആർക്കും പഠിക്കാനുള്ള സൗകര്യമാണ് കടവല്ലൂരിൽ ഒരുങ്ങുന്നത്. അന്യോന്യ പരിഷത്തിന്റെ വ്യക്തമായ ശ്രമഫലമായാണ് ഈ ഒരു ആശയം നടപ്പിലാക്കുന്നത്. വേദപാഠശാല നിർമ്മാണത്തിന്റെ ആദ്യപടിയായി ക്ഷേത്രത്തിനോട് ചേർന്ന 45 സെന്റ് ഭൂമി വാങ്ങുക എന്ന ലക്ഷ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. കടവല്ലൂർ സ്വദേശികളായ 32 പേർ 1 ലക്ഷം രൂപ വീതം നൽകും. ഭൂമി അന്യോന്യ പരിഷത്തിന് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ ഉടമയും തയ്യാറായിട്ടുണ്ട്. ആധികാരികമായി ഋഗ്വേദം അഭ്യസിപ്പിക്കുന്ന ഒരേയൊരു കേന്ദ്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, തൃശൂർ ബ്രഹ്മസ്വം മഠം. തിരുനാവായിൽ പ്രവർത്തിച്ചിരുന്ന വേദപാഠശാല 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വേദപഠനം അന്യം നിന്നു പോകാതിരിക്കാൻ പുതിയ പഠന കേന്ദ്രങ്ങൾ ആവശ്യമാണെന്ന് പരക്കെ ആവശ്യമുയർന്നിരുന്നു. പാഠശാല നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവൃത്തികൾക്ക് പണം കണ്ടെത്തുക പരിഷത്തിന് കടുത്ത വെല്ലുവിളിയാകും. വേദവിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമടക്കം കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അന്യോന്യ പരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. സർവ്വജനങ്ങളിലേക്കും വേദപഠനം എത്തിക്കുന്നതിനോടൊപ്പം വേദം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും നിലനിൽക്കേണ്ടതിന്റെയും ആവശ്യകത മുൻനിർത്തിയാണ് വേദപഠന കേന്ദ്രം ആരംഭിക്കുന്നതെന്നും പുതിയ തലമുറയിലേക്ക് വേദത്തിന്റെ ശബ്ദമെത്തിക്കാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണങ്ങൾക്കൊപ്പം സർക്കാരിന്റെ പിന്തുണ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാഷ് പറഞ്ഞു. പോർക്കുളം പാറയമ്പാടത്ത് വേദക്കാട് റോഡിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളി. വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾക്ക് സമീപത്താണ് ശുചിമുറി മാലിന്യം ഇട്ടിരിക്കുന്നത്. ദുർഗന്ധം മൂലം വഴിയാത്രക്കാർക്ക് ഈ വഴി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വലിയ വാഹനത്തിൽ എത്തിച്ച മാലിന്യം റോഡരികിലേക്ക് തള്ളുകയാണ് ചെയ്തതെന്ന സൂചനയുണ്ട്. റോഡിന് ഇരുവശവും വീടുകളില്ലാത്തതിനാൽ മാലിന്യം തള്ളുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. മാലിന്യം തള്ളിയതോടെ പാടശേഖരങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർ കഷ്ടത്തിലായി. പാടത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. മാലിന്യം പാടത്തേക്ക് ഒഴുകിയെത്തുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. റോഡരികിലെ CCTV ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഡിസംബർ 30 ആഘോഷിക്കും. ഇതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ ഡിസംബർ 21 മുതൽ ആരംഭിക്കുമെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ്, തിരുവല്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21 തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30 ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷനാകും. തുടർന്ന് പിന്നണി ഗായകൻ അനൂപ് ശങ്കർ നയിക്കുന്ന ഭക്തിഗാന സന്ധ്യ അരങ്ങേറും. ഈ വരുന്ന 21 തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30 സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സമാരാധ്യനായ പ്രസിഡന്റ് K. രവീന്ദ്രൻ സാറിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന ആ യോഗത്തിൽ പ്രശസ്ത സിനിമാ രചയിതാവായ ബ്രഹ്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് സാംസ്കാരിക പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 23 തീയതി വൈകിട്ട് 5 ആരംഭിക്കുന്ന നൃത്തോത്സവത്തിന്റെയും തിരുവാതിര മഹോത്സവത്തിന്റെയും ഉദ്ഘാടനം കലാമണ്ഡലം സംഗീത പ്രസാദ് നിർവഹിക്കും. 24 തീയതി രാവിലെ 8 നൃത്തോത്സവവും വൈകിട്ട് 5:30 ഗുരുവായൂർ ജ്യോതിദാസിന്റെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ അണിനിരക്കുന്ന സോപാന സംഗീതവും അരങ്ങേറും. 25 വൈകിട്ട് 7 മണിക്ക് സിനിമ സീരിയൽ താരം ദേവി ചന്ദന അവതരിപ്പിക്കുന്ന ദേവനന്ദനം നൃത്തവിരുന്ന് അരങ്ങേറും. 27 രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന സംഗീതോത്സവം സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് നെല്ലുവായ് പ്രദീപ് നമ്പീശനും സംഘവും അവതരിപ്പിക്കുന്ന തുള്ളൽ സമന്വയം അരങ്ങേറും. ഭാരതത്തിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഈ വരുന്ന ഡിസംബർ 30 വിവിധ ചടങ്ങുകളോടും സാംസ്കാരിക പരിപാടികളോടും കൂടി ആഘോഷിക്കുകയാണല്ലോ. 28 തീയതി വൈകിട്ട് 5 മണിക്ക് ചെറുതേവർ ദിനാചരണവും ഘോഷയാത്രയും, 5:30 വൈദ്യ സംഗമവും ധന്വന്തരി പുരസ്കാര സമർപ്പണവും, 7 കഥകളിയും നടക്കും. 29 വൈകിട്ട് 3 ചാക്യാർകൂത്ത്, 6 ശ്രീജിത്ത് IPS നയിക്കുന്ന സംഗീത കച്ചേരി, ഇന്ത്യൻ പിന്നണി ഗായികയും വയലിനിസ്റ്റുമായ രൂപാരേവതി നയിക്കുന്ന സ്വരത്രയം വയലിൻ ഫ്യൂഷനും നടക്കും. 30 തീയതി ഏകാദശി ദിവസം പുലർച്ചെ 4 നിർമ്മാല്യ ദർശനം, 10 പഞ്ചരത്ന കീർത്തനാലാപനം, മഹാ അന്നദാനം, ഉച്ചയ്ക്ക് വാദ്യമേളങ്ങളോടുകൂടി ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പും നടക്കും. 6 മുതൽ ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തിഗാനസുധ, ഡബിൾ തായമ്പക, വിളക്കിന് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്കുള്ള പഞ്ചായത്ത് റോഡിൽ വലിയ ടിപ്പർ ലോറികൾ പോലീസ് പിടിച്ചിടുന്നത് സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ വേലൂരിൽ നിന്നും അനധികൃതമായി മണ്ണ് കടത്തുകയായിരുന്ന 3 ടിപ്പർ ലോറികൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടിയിരുന്നു. ഈ 3 വാഹനങ്ങളും സ്കൂളിലേക്കുള്ള വഴിയിൽ ഗേറ്റിന് മുന്നിലായിട്ടാണ് പിടിച്ചിട്ടത്. ഉച്ചതിരിഞ്ഞ് 3 മുതൽ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട്. ഇടുങ്ങിയ ഈ സ്ഥലത്ത് ടിപ്പർ ലോറികൾ കിടക്കുന്നതിനാൽ ട്രാവലർ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. കുട്ടികളും രക്ഷിതാക്കളും ഇതിനിടയിലൂടെ ഞെരുങ്ങിയാണ് നടന്നുപോയത്. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ റോഡിൽ വലിയ ടോറസ് ലോറി പിടിച്ചിട്ടത് ഗതാഗത തടസ്സത്തിന് കാരണമായിരുന്നു. പോലീസിൽ പരാതി അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് ലോറി മാറ്റുകയും ചെയ്തു. എന്നാൽ നിരന്തരം ഇത്തരത്തിൽ സ്കൂൾ വഴിയിൽ വാഹനം പിടിച്ചിടുന്നതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പോലീസ് സ്റ്റേഷന് മുന്നിലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പിടിച്ചിടുന്നത് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം വരവായി 6,53,16,495 രൂപയും 1 കിലോ 444 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 8 കിലോ 25 ഗ്രാം വെള്ളിയും, കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 14 നിരോധിച്ച 1000 രൂപയുടെ 16 500ന്റെ 38 കറൻസികളും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച ഈ ഭണ്ഡാരങ്ങൾ വഴി 6,51,401 രൂപയും ലഭിച്ചു. ഒരുമനയൂർ റെഗുലേറ്ററിന്റെ ഷട്ടർ അടച്ചില്ല, ഉപ്പുവെള്ളം കരയിലേക്ക് കയറുന്നു. ഒരുമനയൂർ റെഗുലേറ്ററിന്റെ ഷട്ടർ അടയ്ക്കാത്തതിനെ തുടർന്ന് ചേറ്റോ പുഴയിൽ നിന്നും കനോലി കനാലിലൂടെ ഉപ്പുവെള്ളം കരയിലേക്ക് വ്യാപിക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. യഥാസമയം ഒരുമനയൂർ റെഗുലേറ്റർ അടയ്ക്കാത്തത് മൂലം ഉപ്പുവെള്ളം കയറി ഒരുമനയൂർ, കടപ്പുറം, ചാവക്കാട് നഗരസഭാ പ്രദേശങ്ങളിലെ കനോലി കനാലിന്റെ ഇരുകരകളിലെയും ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി നശിക്കുകയും ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്തു.
നവംബർ അവസാനത്തോടെ മുതൽ വൃശ്ചിക വേലിയേറ്റം തുടങ്ങുന്നതിനാൽ ഈ സമയത്ത് റെഗുലേറ്റർ അടച്ചില്ലെങ്കിൽ തുറന്നുകിടക്കുന്ന റെഗുലേറ്ററിലൂടെ ഉപ്പുവെള്ളം കരയിലേക്ക് കയറും. എന്നാൽ ഇത്തവണ ഡിസംബർ പകുതിയായിട്ടും റെഗുലേറ്റർ അടച്ചിട്ടില്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ ചേറ്റുവ പുഴയിൽ നിന്നും ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നത് പതിവാണ്. എല്ലാ വർഷവും ഈ സമയത്ത് റെഗുലേറ്ററിന്റെ ഷട്ടർ അടച്ച് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നടപടിയെടുക്കും. എന്നാൽ ഇക്കാര്യം അറിയുന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ ഇത്തവണ ഇതുവരെയും ആവശ്യമായ നടപടികൾ എടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. റെഗുലേറ്ററിന്റെ പ്രധാന ഷട്ടർ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് 10 മിനിറ്റ് കൊണ്ട് അടയ്ക്കാനാകും. ഇടച്ചീർപ്പുകൾ പലക വെച്ച് മണ്ണിട്ടാണ് അടയ്ക്കേണ്ടത്. എത്രയും വേഗം ഒരുമനയൂർ റെഗുലേറ്ററിന്റെ ഷട്ടർ അടച്ച് കരയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്ന ചേറ്റുവ ബൈപ്പാസിലെ കാന വീണ്ടും പണിതു. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലാബാണ് വാഹനം ഓടി തുടങ്ങിയപ്പോഴേക്കും ഒരു ഭാഗം തകർന്നിരുന്നത്. വാഹനം വീണ് ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. കാന തകർന്നിടത്ത് ഈ മാസം 10-ന് കണ്ടെയ്നർ ലോറിയുടെ പിൻചക്രം കുഴിയിൽ വീണിരുന്നു. ലോറിയിലെ മുഴുവൻ ലോഡ് ഇറക്കിയ ശേഷം JCB ഉപയോഗിച്ചാണ് ലോറി മാറ്റിയത്. ഈ സമയം വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. മാസങ്ങളെടുത്താണ് കാന പണി പൂർത്തീകരിച്ചത്. ഈ സമയം ഒരു വശത്തിലൂടെ മാത്രമേ വാഹനം കടത്തിവിട്ടിരുന്നുള്ളൂ. പണി പൂർത്തീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ കാന തകർന്നതിനെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കരാർ കമ്പനിക്കെതിരെ കേസ് എടുക്കണമെന്ന് UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ചിന്മയ മിഷന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണവും ഹനുമാൻ ചാലിസ ജപവും നടത്തി. 1000-ഓളം പേർ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്വാമി അഭയാനന്ദ സരസ്വതി, ബ്രഹ്മചാരി സുധീർജി, ബ്രഹ്മചാരി സുധീഷ് ജി എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി. ചിന്മയ മിഷൻ ഗുരുവായൂർ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, സെക്രട്ടറി C സജിത് കുമാർ, ട്രഷറർ ഡോക്ടർ സുരേഷ് നായർ, P കുഞ്ഞിശങ്കര മേനോൻ, M ഹേമ, രാധാവി മേനോൻ, C വേണുഗോപാൽ, ഡോക്ടർ KE ഉഷ, രഘുനന്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഥകളിയിലെ നടനവിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80-ന്റെ നിറവിൽ ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിച്ചൂർ ഗ്രാമം. കറ്റശ്ശേരി ജാനകിയമ്മയുടെയും പുതുമന അച്യുതൻ നായരുടെയും മകനായി 1946-ലാണ് രാമൻകുട്ടി നായർ ജനിച്ചത്. പ്രശസ്ത കഥകളി ഭാഗവതരായ പിതാവ് അച്യുതൻ നായരിൽ നിന്നും അമ്മാവൻ കഥകളിയാശാൻ കറ്റശ്ശേരി രാമൻകുട്ടി നായരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സർഗശേഷിയാണ് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിലേക്ക് അടുപ്പിച്ചത്. പള്ളിപ്പാടം, എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 12-ാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം അക്കാദമിയിൽ ചേർന്ന് തേക്കിൻകാട്ടിൽ രാവുണ്ണി നായരാശാന്റെ കീഴിൽ കഥകളി പഠനം ആരംഭിച്ചു. 2 വർഷത്തിനു ശേഷം പത്മശ്രീ കീഴ്പ്പാടം കുമാരൻ നായരുടെ കീഴിൽ അഭ്യാസം പൂർത്തിയാക്കി. 1971-72 കാലയളവിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ 2 വർഷം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കീഴിൽ പഠനം നടത്തി. ഇതിനുശേഷം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. 1980 മുതൽ 2011 വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി വിദ്യാലയത്തിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നടത്തിയ ആട്ടക്കഥയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പച്ച, കത്തി, വെള്ളത്താടി എന്നിവയായിരുന്നു കൂടുതലും ചെയ്ത വേഷങ്ങൾ. അപ്പോൾ അതിങ്ങനെ ക്ലാസ്സൊക്കെ കാണാൻ അമ്മയുടെ ഒക്കെ പോയിട്ട് കണ്ടു പരിചയിച്ചിട്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയിട്ടാണ് കഥകളി പഠിക്കാൻ തുടങ്ങിയത്. അന്ന് അവിടെ തേക്കിൻകാട്ടിൽ രാവുണ്ണി നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് തുടക്കം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടുണ്ടായി എനിക്ക്. 1970 ഞാൻ പഠിച്ച എൻ്റെ മാതൃസ്ഥാപനത്തിൽ തന്നെ പ്രധാനാധ്യാപകനായിട്ട് എനിക്ക് നിയമനം കിട്ടി. ശേഷം 1980 മുതൽക്ക് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി യോഗത്തിലെ പ്രധാന അധ്യാപകനും നടനുമായിട്ട് ചേർന്നു. അങ്ങനെ 32 കൊല്ലം അവിടെ വടക്കേ മലബാറിൽ എൻ്റെ കലാസേവനം പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ തിച്ചൂര് വീട്ടിൽ ഒരു വിശ്രമ ജീവിതത്തിലാണ് ഉള്ളത്. പട്ടിക്കായത്തൊടി രാവുണ്ണി മേനോൻ സ്മാരക പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ചിറക്കൽ കോവിലകത്തു നിന്നും ലഭിച്ച പട്ടും വളയും നാട്യാചാര പദവിയും, ചെറുകുന്ന് ക്ഷേത്രത്തിൽ നിന്നും സുവർണമുദ്ര,
തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച വീരശൃംഖല, സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ്, ശ്രീ മുകുന്ദരാജ സ്മൃതി അവാർഡ്, ശ്രീചക്ര ഗൗരീശ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീദേവി അമ്മയാണ് ജീവിതസഖി. ജയശ്രീ മകളും പ്രകാശ് നായർ മരുമകനും രാധ കൊച്ചുമകളുമാണ്. ആശാനായും മികച്ച വേഷക്കാരനായും സ്വദേശത്തും വിദേശത്തും നിറഞ്ഞാടിയ അതുല്യ പ്രതിഭയായ സദനം രാമൻകുട്ടി നായരുടെ 80-ാം പിറന്നാൾ വരുന്ന 28-ാം തീയതി ഞായറാഴ്ചയാണ് തിച്ചൂർ ഗ്രാമം ആഘോഷിക്കുന്നത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർപ്പൂരാതി കലശത്തിന് പരിസമാപ്തിയായി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കർപ്പൂരാതി കലശ ചടങ്ങുകൾ നടന്നിരുന്നത്. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് മഹാദേവന് കലശം അഭിഷേകം ചെയ്തത്. പിന്തുണച്ചവർക്ക് നന്ദി പറഞ്ഞ വിജയികൾ. സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തെരഞ്ഞെടുപ്പ് വിശേഷം. ഞായറാഴ്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമാണ്. ചാവക്കാട് നഗരസഭയിലും ഒരുമനയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളിലും അധ്യക്ഷ പദവി സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാനാകാൻ സാധ്യത. 3-ാം തവണയാണ് ചാവക്കാട് ടൗൺ വാർഡിൽ നിന്നും അക്ബർ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, സെക്യൂരിറ്റി, ഹൗസ് കീപ്പിംഗ്, CITU സംസ്ഥാന കമ്മിറ്റി അംഗം, ചാവക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ചാവക്കാട്ടെ മുതിർന്ന CPM നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി RK നൌഷാദിനെ 111 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇത്തവണ വാർഡിൽ നിന്നും വിജയം കൊയ്തത്. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി VM മനാഫിന് സാധ്യത. കടപ്പുറം പഞ്ചായത്ത് 14-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത അംഗമാണ്. 2-ാം തവണയാണ് അദ്ദേഹം പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, MSF ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI മേഖലാ ഭാരവാഹി PH മെഹറൂഫിനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഒരുമനയൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PM താഹിറിന്റെ പേരാണ് ഉയരുന്നത്. ഒരുമനയൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത താഹിർ ആദ്യമായാണ് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, KSU ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. 5 വർഷക്കാലത്തെ സേവനത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞും മധുരം പങ്കുവച്ചും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പടിയിറങ്ങി. 2020 ഡിസംബർ മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഭരണസമിതിയിലെ അംഗങ്ങളാണ് കാലാവധി അവസാനിക്കാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ജീവനക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, ജുലറ്റ് വിനു, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി പഞ്ചായത്തിലെ ജനങ്ങൾക്കായി കൃത്യതയാർന്ന സേവനങ്ങൾ നൽകിയ ജീവനക്കാരോട് നന്ദി പറഞ്ഞത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അനൗപചാരികമായ ചടങ്ങിലാണ് പരസ്പരം നന്ദി പറഞ്ഞും മധുരം പങ്കുവച്ചും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തുകൂടിയത്. ഭരണസമിതി വിജയകരമായി വികസന പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങൾക്കുവേണ്ടി നിലകൊണ്ടതിൽ പ്രധാന പങ്കുവഹിച്ചത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണം കൊണ്ടാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. ചടങ്ങിൽ സെക്രട്ടറി PM മാറ്റ്ലി, സ്ഥിരം സമിതി അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് കേക്ക് മുറിച്ച് സഹപ്രവർത്തകരായ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പങ്കുവച്ചു. ശുചിത്വ മിഷൻ പ്രവർത്തകരുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്കും രേഖാ സുനിൽ മുറിച്ചു. നിലവിൽ ഭരണസമിതിയിൽ അംഗമായ ജുലറ്റ് വിനു പുതിയ ഭരണസമിതിയിലും അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാറിന് CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച ജിഷ സുനിൽകുമാറിനുള്ള യാത്രയയപ്പിന്റെ ഭാഗമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും CDS അംഗങ്ങളും ചേർന്ന് കേക്ക് മുറിച്ചു. തുടർന്ന് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരുടെയും സീറ്റുകളിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഹസ്തദാനം നൽകി നന്ദി പറഞ്ഞ ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കൂനമൂച്ചിയിൽ നിന്നും ഇടത് സ്ഥാനാർത്ഥിയായ വിനു ജോൺസൺ നേടിയത് ചരിത്ര വിജയം. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയാണ് വിനു ഐതിഹാസിക വിജയം സ്വന്തമാക്കിയത്.
തിരഞ്ഞെടുപ്പുകൾ കുടുംബകാര്യമായ പാരമ്പര്യമാണ് വിനു ജോൺസന്റേത്. സ്വന്തം കുടുംബത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനപ്രതിനിധിയാകുന്നതുമായ ആദ്യ വ്യക്തിയല്ല വിനു ജോൺസൺ. വിനുവിന്റെ പിതാവ് TV ജോൺസൺ, ജോൺസന്റെ പിതൃസഹോദരൻ TM പോൾ മാസ്റ്റർ എന്നിവർ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിച്ചവരാണ്. 2010-ൽ കൂനമുച്ചി വാർഡിൽ നിന്ന് തന്നെയായിരുന്നു ജോൺസന്റെ മത്സരം. എന്നാൽ വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് TM പോൾ മാസ്റ്ററും ഇടതുപക്ഷത്തിനായി മത്സരിക്കാനിറങ്ങിയെങ്കിലും കോൺഗ്രസ് കോട്ടയിൽ പരാജയം രുചിക്കാനായിരുന്നു പോൾ മാസ്റ്ററുടെയും വിധി. പോൾ മാസ്റ്ററും TV ജോൺസണും ഇടതുപക്ഷത്തിനായി മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നങ്ങളിലായിരുന്നു. എന്നാൽ DYFI നേതാവും CPIM കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ വിനു ജോൺസൺ പാർട്ടി ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിച്ച് വിജയിച്ചത്. കൂനമുച്ചിയിൽ നിന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂരിലേക്ക് താമസം മാറിയ പോൾ മാസ്റ്റർ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനായി മത്സരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. കൂനമുച്ചി തരകൻ കുടുംബത്തിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ 3ാം തലമുറക്കാരനാണ് വിനു ജോൺസൺ. തന്റെ കന്നി അംഗത്തിലൂടെ മിന്നും ജയം നേടിയപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യവും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് വിനു ജോൺസൺ. ജനങ്ങളെ സേവിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയത്തിനതീതമായ ജനസേവനമാണ് ഈ യുവജനപ്രതിനിധി ലക്ഷ്യം വെക്കുന്നത്. ജനങ്ങളുടെ പാർട്ടിയിലും അതുപോലെ എന്നിലും അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വിജയമാണ് നമ്മുടെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ കൂനമുച്ചി 7ാം വാർഡിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വേറെ കക്ഷി രാഷ്ട്രീയം ഒന്നും കൂടാണ്ട് പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പാണ് അവർക്ക് ഇപ്പം നൽകുന്നത്. ഇടതുപക്ഷത്തിന് ബാലികേറ മലയായ കൂനമുച്ചിയിൽ വിനു ജോൺസൺ നേടിയ വിജയത്തിന്റെ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗുരുവായൂർ നഗരസഭയിൽ 2 പതിറ്റാണ്ടിലധികമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന ചന്ദ്ര രാമകൃഷ്ണൻ ഇനി ഭരണ നേതൃരംഗത്ത്. 5 വർഷത്തേക്ക് ജോലിയിൽ നിന്നും അവധിയെടുത്താണ് ഇവർ ജനസേവനത്തിനിറങ്ങുന്നത്. 28ാം വാർഡിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി 376 വോട്ട് നേടിയാണ് ചന്ദ്ര വിജയിച്ചത്. 203 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. 22 വർഷമായി ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും ജൈവമാലിന്യം ശേഖരിക്കുന്ന ജോലിയാണ്. സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഇവരുടെ ഭർത്താവ് 9 വർഷം മുമ്പ് മരിച്ചു. പ്രാരാബ്ദങ്ങളെ തനിച്ച് നേരിട്ട് 3 പെൺമക്കളെയും ബാങ്ക് ജോലിക്കാരികളാക്കി. വാർഡിലെ ഓരോ വീട്ടുകാരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയായതിനാലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ ഈ പ്രദേശത്ത് 28ാം വാർഡിലെ എല്ലാ വീടുകളിലും മുഴുവൻ പ്രദേശങ്ങളിലും നല്ല വലിയ ആത്മബന്ധം വെച്ച് പുലർത്തുന്ന വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു മഹതിയാണ് ചന്ദ്ര രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. തീർച്ചയായും ഞങ്ങളുടെ അഭിനന്ദനീയം പോലെയുള്ള പരിപാടികളിൽ 21 വർഷമായി ഗുരുവായൂർ നഗരസഭയുടെ 28ാം വാർഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ് അഭിനന്ദനീയം. ആ അഭിനന്ദനീയം പരിപാടിയുടെ ഒക്കെ മുഖ്യ സംഘാടകയായി എല്ലാ കാലങ്ങളിലും അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചന്ദ്ര രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കനകേച്ചി. 25 വർഷം മുമ്പ് ഇവർ ഈ വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ്ക്കെതിരെയായിരുന്നു മത്സരം. ഈ തോൽവിയിൽ നിന്നുള്ള പാഠമാണ് മുന്നോട്ടുള്ള പാതയ്ക്ക് കരുത്തേകിയത്. ഇത്തവണ ജോലിയിൽ നിന്നും അവധിയെടുത്താണ് മത്സര രംഗത്ത് സജീവമായത്. അവധി 5 വർഷത്തേക്ക് കൂടി നീട്ടി വാർഡിൽ സജീവമാകാനാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു. ഞാൻ 22 വർഷം പോലെയായി കുടുംബശ്രീ ഹരിതകർമ്മസേന 2 ഇപ്പോഴായത്. അത് സിറ്റി സാനിറ്റേഷൻ ഗ്രൂപ്പ് തന്നെ ഒരു സംരംഭമായിരുന്നു. ഇപ്പോൾ ഹരിതകർമ്മസേന 2 എന്ന സംരംഭം തുടങ്ങി. അതിലിപ്പോൾ നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഇലക്ഷൻ നിന്നപ്പോൾ ജയിച്ച കാലത്താലും ഇനിയിപ്പോൾ സംരംഭത്തിന് ഞാൻ ലീവ് എടുത്ത് നിൽക്കുകയാണ്. ഇനിയുള്ള ഈ 4-5 വർഷം ഇവിടെ എന്നെ ചേർത്ത് പിടിച്ച് വോട്ട് ജയിപ്പിച്ച ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക അവർക്ക് വേണ്ടിയിട്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നാട്ടുകാർക്ക് അഭിവാദ്യവുമായി ഇറങ്ങുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ തോറ്റ സ്ഥാനാർത്ഥിയും പ്രദേശവാസികൾക്കടുത്തേക്ക് നന്ദി അർപ്പിക്കാനെത്തുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചാവക്കാട് നഗരസഭ 3ാം വാർഡിൽ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥിയാണ് പ്രവർത്തകരുമായി മേഖലയിലെ വീടുകൾ കയറിയിറങ്ങുന്നത്. തദ്ദേശ പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും ഏത് ആവശ്യങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കാനാണ് ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് വീടുകളിലേക്ക് എത്തുന്നത്.
തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ചും തന്റെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള കാർഡടിച്ച് വിതരണം ചെയ്തുമാണ് ഷാനവാസ് വ്യത്യസ്തനാകുന്നത്. തെരഞ്ഞെടുപ്പിൽ 46 വോട്ടുകൾക്കായിരുന്നു പരാജയം സമ്മതിച്ചത്. തോൽവി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ജനസേവന പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് KV ഷാനവാസ് പറഞ്ഞു. കേവലം 46 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടേണ്ടി വന്നത്. 2 ടേമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ വാർഡിൽ ജയിച്ചു വന്നത്. 46 വോട്ട് എന്ന് പറഞ്ഞാൽ 23 വോട്ട് മറിഞ്ഞാൽ ഇതിൻ്റെ വിജയം വേറൊരു രീതിയിലാവുമായിരുന്നു. ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ജനങ്ങളോട് ഞങ്ങൾ നൽകിയ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ ജനങ്ങളോട് ഞങ്ങൾ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടി പരാജയപ്പെട്ടെങ്കിലും ഞങ്ങൾ ഫുൾ ടൈം ഈ 3-ാം വാർഡിന് വേണ്ടി പ്രവർത്തിക്കും. അതിന് എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് നന്ദി പറയുകയും അവരോടൊരു വാക്ക് നൽകുകയാണ്. ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നും തന്നെ പ്രവർത്തിക്കാൻ UDF ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും ഈ വോട്ടർമാരുടെ മുന്നിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. 3-ാം തവണയാണ് KV ഷാനവാസ് മത്സരിക്കുന്നത്. ആദ്യ തവണ 4-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കൗൺസിലറായിരുന്നു. 2ാം തവണ 4-ാം വാർഡിലും ഇപ്പോൾ 3-ാം വാർഡിൽ നിന്നും വിജയിച്ച് കയറാനായില്ല. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷുക്കൂർ കോനാരത്ത്, KMT ഷഹീബ്, ഗഫൂർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വെൽഫെയർ സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി നടത്തുന്ന ആഘോഷ പരിപാടികൾ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളെക്കുറിച്ച് വികാരി ഫാദർ ഡേവിസ് പനംകുളം വിശദീകരിച്ചു. 1951 വികാരിയായിരുന്ന ഫാദർ ആന്റണി കുറ്റിക്കാടാണ് സൊസൈറ്റി സ്ഥാപിച്ചത്. ഭാരവാഹികളായ PK ഗബ്രിയൽ, ജാൻസി ജെയ്സൺ, ഡെയ്സി ജേക്കബ്, ജോഫി ജോസ്, MV ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്മസിനുള്ള സമ്മാന പൊതികളുമായി ഗ്രാമവീഥികൾ കീഴടക്കി മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിലെ പാപ്പമാർ. വിദ്യാലയത്തിന്റെ ജൂബിലി വർഷത്തിൽ കാരുണ്യത്തിന്റെ വേറിട്ട മുഖവുമായി മറ്റം സെന്റ് മേരീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പലവ്യഞ്ജനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ക്രിസ്മസ് കേക്കും അടങ്ങിയ 100 കിറ്റുകളാണ് അർഹമായ കൈകളിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമ്മാനിച്ചത്. സ്കൂളിലെ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കും മറ്റും പരിസരത്തെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുമാണ് കിറ്റുകൾ നൽകിയത്. ക്രിസ്തുമസ് കിറ്റുകളും അടങ്ങിയ സാന്റകളുടെ സംഘം നടത്തിയ യാത്ര മറ്റം അസംഷൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുരുന്നുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും കാരുണ്യവും വളർത്തി അപരന് കൈത്താങ്ങാകുവാൻ ഇത്തരം ഉദ്യമങ്ങൾ സഹായിക്കുമെന്ന് മദർ സുപ്പീരിയർ അഭിപ്രായപ്പെട്ടു. സ്നേഹസമ്മാനം എന്ന് പേരിട്ടിരിക്കുന്ന പ്രവർത്തനത്തിന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയ, സ്റ്റാഫ് പ്രതിനിധി പ്രസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കാർണിവൽ വർണ്ണാഭമായി. ഗ്ലോറിയ അറ്റ് LF 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച കാർണിവൽ കണ്ണാറ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C പ്രേമാനന്ദകൃഷ്ണൻ, മോഡൽ ഷിയാസ് കരീം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രിൻസിപ്പാൾ ഡോക്ടർ J ബിൻസി, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ C ലവ്ലി ജേക്കബ്, ഡോക്ടർ ജൂലി ഡൊമിനിക്, റീലി റാഫേൽ, ജിത്തു ജോസഫ്, കോളേജ് ചെയർപേഴ്സൺ P അമാന, YMCA പ്രസിഡന്റ് ബാബു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, കരോൾഗാന മത്സരം, ഫാഷൻ ഷോ എന്നിവയും ഉണ്ടായി. ഗുരുവായൂർ നഗരസഭ ഇരിങ്ങപ്പുറം 105 നമ്പർ അങ്കണവാടിയിലെ കുരുന്നുകൾ ക്രിസ്മസ് ആഘോഷിച്ചു. കേക്ക് മുറിച്ച് ക്രിസ്മസ് സമ്മാനങ്ങളും കൈമാറി. സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞ കുട്ടികൾ ആഘോഷത്തെ വർണ്ണാഭമാക്കി. മുൻ കൗൺസിലർ അഭിലാഷ് വി ചന്ദ്രൻ, സുജാത ഹരിദാസ്, അംഗൻവാടി അധ്യാപകരായ ആഗ്നസ് ലാസർ, KN സരിത എന്നിവർ സംസാരിച്ചു. സുസ്ഥിരമായ ഭാവിക്കായി ഊർജ്ജ വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പാവർട്ടി ക്രൈസ്റ്റ് കിംഗ് LP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. WWF വളണ്ടിയർ റാഫി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ അനുമരിയ അധ്യക്ഷത വഹിച്ചു. മുഖ്യ സഹകാരി CG ചെറിയാൻ, മറ്റ് അധ്യാപകരായ സിസ്റ്റർ ആൻലിയ, ഷീല TK, റീന KO, ജോയ്സി ജിഷ, ജോസി എന്നിവർ നേതൃത്വം നൽകി. സെമിനാർ, ഹ്രസ്വചിത്ര പ്രദർശനം, ചോദ്യോത്തരവേള എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിജയദിനാഘോഷത്തിന്റെ ഭാഗമായി തങ്ങളുടെ പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാർക്ക് NCC കേഡറ്റുകൾ ആശംസാ കാർഡുകൾ അയച്ചു.
ഗുരുവായൂർ സത്യാഗ്രഹ കവാടത്തിന് സമീപം നടന്ന ചടങ്ങ് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റാജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് കമാൻഡറും പരിശീലനത്തിനിടയിൽ വീരമൃത്യു വരിച്ച ഗുരുവായൂർ സ്വദേശി വിപിൻ ദേവിന്റെ പിതാവുമായ വിജയ്കുമാറിന് ആദ്യ കാർഡ് മേജർ സമ്മാനിച്ചു. 7 കേരള ഗേൾസ് ബറ്റാലിയനിലെ ലഫ്റ്റനന്റ് മിനി TJ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൈനികരായ സുബേദാർ ശശി, രഞ്ജിത്ത്, ഗുർബജ് സിംഗ് എന്നിവർ സംസാരിച്ചു. മകന്റെ വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും ഭാവി സൈനികരായ NCC കേഡറ്റുകളിലൂടെ താൻ അവനെ കാണുന്നുണ്ടെന്ന് മറുപടി പ്രസംഗത്തിൽ വിജയ്കുമാർ പറഞ്ഞു. ഗുരുവായൂർ LF കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസർ ലക്ഷ്മി പ്രിയ പദ്ധതി വിശദീകരണം നടത്തി. മമ്മിയൂർ LF കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സീനിയർ കേഡറ്റുകളായ C. ശ്രീശേഖർ, ഗൗരി PS, ജഗന്നാഥ് KS, അഭിജിത്ത് TV, നിരഞ്ജന VT എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്താനും അവരവരുടെ പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാരെ കണ്ടെത്തി അവരെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് വിജയ് ദിനത്തിന്റെ ഭാഗമായി ഇത്തരം ആശംസാ കാർഡുകൾ അയക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് മേജർ PJ സ്റ്റാജു പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി എയ്യാൽ മഹല്ല് ജമാഅത്തിൽ പതാക ദിനം പ്രൗഢമായി ആചരിച്ചു. ജുമുഅ നിസ്കാരാനന്തരം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് 100 പതാക നാട്ടി. മഹല്ല് പ്രസിഡന്റും പ്രചാരണ സമിതി ചെയർമാനുമായ KA മുസ്തഫ പ്രധാന പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഇബ്രാഹിം ഫൈസി പഴുനാന സന്ദേശം നൽകി. മഹല്ല് സെക്രട്ടറി OM കാസിം, പ്രചരണ സമിതി കൺവീനർ VV കുഞ്ഞുമോൻ, വൈസ് ചെയർമാൻ IM നൌഷാദ്, ജോയിന്റ് കൺവീനർമാരായ KA ഹമീദ്, OS ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയ അധ്യാപക പരിഷത്ത് NTU ചാവക്കാട് ഉപജില്ലാ സമ്മേളനം പുന്നൂർക്കുളം രാമരാജ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. NTU തൃശൂർ ജില്ലാ സെക്രട്ടറി PM സിജോ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NTU ജില്ലാ സമിതി അംഗം M രാജീവ് ഭാരവാഹി പ്രഖ്യാപനം നിർവഹിച്ചു. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ്, സംഘടന ഉപജില്ലാ സെക്രട്ടറി KS സുഖിൽ, ട്രഷറർ TV സിജോ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ ഭാരവാഹികളായി പ്രസിഡന്റ് TV ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KS സുഖിൽ, ട്രഷറർ TV സിജോ എന്നിവരെയും വനിതാ വിഭാഗം കൺവീനറായി CM ദിവ്യയെയും തെരഞ്ഞെടുത്തു. കുന്നംകുളത്തെ ആദ്യ NABH പൂർണ്ണ അംഗീകൃത ആശുപത്രിയായി ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ മാറിയതായി മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ഘടകങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായി ദേശീയ തലത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. 2023 ഡിസംബർ 1 ഉദ്ഘാടനം ചെയ്ത ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ ആരംഭിച്ച 2 വർഷത്തിനുള്ളിൽ കുന്നംകുളത്തെ ഒരു പ്രധാന ട്രോമ ക്രിട്ടിക്കൽ കെയർ ഹബ്ബായി ഉയർന്നു വന്നിരിക്കുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. 64 സ്ലൈസ് CT ഉൾപ്പെടെയുള്ള നൂതന സൌകര്യങ്ങളോടെ അടിയന്തര പോളിട്രോമ ന്യൂറോ സർജറി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുവഴി ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും വേഗത്തിലുള്ള രോഗനിർണയവും സമയബന്ധിതമായ ഇടപെടലുകളും സാധ്യമാകും. അതുകൊണ്ട് ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനും ആശുപത്രിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഇവർ വ്യക്തമാക്കി. അത്യാധുനിക കാത്തലാബ് സൌകര്യത്തോടെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകളും ദയ റോയൽ ആശുപത്രിയിൽ ലഭ്യമാണ്. തൃശൂരിലെ ദയ ജനറൽ ആശുപത്രിയുടെ പ്രധാന ശാഖയായ ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ NABH എന്ന സുപ്രധാന നാഴികക്കല്ല് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു രോഗി എന്നതിനപ്പുറം ഓരോ മനുഷ്യജീവനും സുരക്ഷ, ചികിത്സയിലെ ഗുണനിലവാരം എന്നിവയോടുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് തേടിയെത്തുന്ന ഓരോ അംഗീകാരങ്ങളെന്നും ഇവർ പറഞ്ഞു. 24/7 എമർജൻസി ക്രിട്ടിക്കൽ കെയർ സേവനങ്ങളുമായി പ്രവർത്തിക്കുന്ന 130 കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സ്ഥാപനമായ ദയ റോയൽ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറുമുള്ള അടിയന്തരഘട്ട ഫിസിഷ്യന്മാർ, ന്യൂറോ സർജൻമാർ, ജനറൽ സർജൻമാർ, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ, പ്ലാസ്റ്റിക് സർജൻമാർ, ഓർത്തോപീഡിക് സർജൻമാർ എന്നിവരുൾപ്പെടെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ പിന്തുണയോടെ പോളിട്രോമ ന്യൂറോ സർജറിയിലും ആശുപത്രിക്ക് മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ദയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് CEO ഡോക്ടർ ഹസീബ് അസാൻ, ഡയറക്ടർ അബ്ദുൾ റസാഖ്, ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാലു മോഹൻ M, കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റൽ സെന്റർ ഹെഡ് MG സേതുരാജ്, ന്യൂറോ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ AM ഷഹീൻ, ദയ റോയൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ ഡോക്ടർ വിധു ശങ്കർ എന്നിവർ പറഞ്ഞു. ഇപ്പോൾ ഒരു സംഭവം, ഒരു പ്രോസസ്സ്, ഇപ്പൊ EDയിലേക്ക് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ സേഫ്റ്റി മാത്രം നോക്കുന്നതല്ലാതെ ഇപ്പോൾ അതിന്റെ ഒപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസിന്റെ സേഫ്റ്റി, അതേപോലെ തന്നെ അവർക്ക് ഇപ്പൊ കാനുല ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ, അപ്പൊ അത് ചെയ്യുമ്പോൾ അവരുടെ ഹാൻഡ് ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ അതിന്റെ പാരാമീറ്റേഴ്സ് കൂടും.
അപ്പൊ എന്താണ്, അവർക്ക് സേഫ്റ്റി അവിടെ കൂടുകയാണ്, ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ബെറ്റർ ആവുക. അതാണ് എനിക്ക്. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 155-ാം സംയുക്ത തിരുനാൾ കൊടിയേറ്റവും പുതുതായി നിർമ്മിക്കുന്ന പാരിഷ് ഹാളിന്റെ ശില വെഞ്ചിരിപ്പ് കർമ്മവും നടത്തി. കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. വികാരി ഫാദർ ബാബു അപ്പാടൻ, സഹവികാരി ഫാദർ സാൽവിൻ കണനായിക്കൽ, ഫാദർ ആന്റണി ചീരൻവേലി, ട്രസ്റ്റിമാർ, തിരുനാൾ ജനറൽ കൺവീനർ ജെയിംസ് ആലപ്പാട്ട്, സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡിസംബർ 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്നർവീൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ട്രോഫികൾ സൂക്ഷിക്കുന്നതിനാവശ്യമായ അലമാര പണിത് നൽകി. ഇന്നർവീൽ ഡിസ്ട്രിക്ട് 320 ചെയർമാൻ സീമ കൃഷ്ണ, ഇന്നർവീൽ പ്രസിഡന്റ് നിഷ റോസ്, സെക്രട്ടറി സുനിത വേണുഗോപാൽ, CGR സിമി, ബിനോജ്, മറ്റംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 210 രൂപ. ചരമം മരത്തങ്കോട് AKG നഗർ, ചെറുവത്തൂർ ചേറപ്പൻ മകൻ ചെറിയൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണി ഭാര്യയും സിജു, സിബു, സ്നേഹ എന്നിവർ മക്കളുമാണ്. കല്ലുംപുറം കോട്ടോൾ റോഡിൽ താമസിക്കുന്ന പരേതനായ തോലത്ത് ബേബി ഭാര്യ തങ്കമണി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 കല്ലുംപുറം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പള്ളി സെമിത്തേരിയിൽ. റോയ് മകനാണ്. പാറന്നൂർ മഞ്ചേരി രാമൻ മകൻ ചന്തു നിര്യാതനായി. 82 വയസ്സായിരുന്നു. മല്ലികയാണ് ഭാര്യ. സബിത, സരിത, സരീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞായറാഴ്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവം. ചാവക്കാട് നഗരസഭയിലും ഒരുമനൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളിലും അധ്യക്ഷ പദവി സംബന്ധിച്ച ഏകദേശ ധാരണ. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഡിസംബർ 30 ആഘോഷിക്കും. കലാ സാംസ്കാരിക പരിപാടികൾ ഡിസംബർ 21 മുതൽ ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ. കൈപ്പറമ്പിൽ ഡിവൈഡറിലിടിച്ച നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. കേച്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്ന ചേറ്റുവ ബൈപ്പാസിലെ കാന വീണ്ടും പണിതു. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലാബാണ് വാഹനം ഓടി തുടങ്ങിയപ്പോഴേക്കും ഒരു ഭാഗം തകർന്നത്. വാഹനം വീണ് ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കഥകളിയിലെ നടനവിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80ന്റെ നിറവിൽ. ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തിച്ചൂർ ഗ്രാമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ചാലുശ്ശേരി അറയ്ക്കൽ പൗനാൻ വീട്ടിൽ ജെയിംസ് മാഷിന്റെ 25ാം ചരമവാർഷികം ആചരിക്കുന്നു. പരീതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.